വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. ഹംലൂസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഓവനില്ലാതെ ഫ്രൈയിങ് പാനിലാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ ഞാൻ ബീറ്റർ യൂസ് ചെയ്തിട്ടാണ് എഗ്ഗ് ബീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം മിക്സിയിൽ വേണമെങ്കിലും ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇത് ഹാർട്ട് ഷേപ്പ് പാനില്ലാത്തവർക്കും ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് ഒരു 2.25 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇത് 2 കിലോ ഉള്ള ഒരു കേക്കിൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. 250 ml കപ്പാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. 2.25 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർക്കാം. ഇനി ഇതിലേക്കൊന്ന് ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒരു അരിപ്പയിലൂടെ ഒരു 2 തവണ അരിച്ചിട്ട് എടുത്താലും മതി, അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ പാൽപ്പൊടി നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ ഇതിന് പകരവും മൈദ തന്നെ ചേർക്കുക. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. അതിന് പകരമായിട്ട് പാല് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനി മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗൾ തന്നെ എഗ്ഗ് ബീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുക. ഇതിലേക്ക് 4 മുട്ടയാണ് ചേർക്കുന്നത്. ഇത് നല്ല വലിപ്പമുള്ള 4 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ മുട്ടയാണെങ്കിൽ ഒരു 5 മുട്ട എടുക്കണം. അത് റൂം ടെമ്പറേച്ചറിൽ തന്നെയുള്ള മുട്ട എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് മിക്സിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഒട്ടും നനവില്ലാത്ത മിക്സിയിൽ നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർക്കുന്നുണ്ട്. മിക്സിയിൽ അടിക്കുമ്പോഴും അതുപോലെ തന്നെ ആദ്യം മുട്ടയൊന്ന് ബീറ്റ് ചെയ്തിട്ട് പഞ്ചസാര പൊടിച്ചതുകൂടെ ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ വാനില എസൻസും ഒരു 1/4 ടീസ്പൂൺ വാനില പൗഡറും ചേർത്തിട്ടുണ്ട്. വാനില പൗഡർ ഇല്ലെങ്കിൽ വാനില എസൻസ് തന്നെ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഈ മുട്ട ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തിട്ട് എടുക്കണം മുട്ട. 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഈ 1/2 കപ്പ് കൂടി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. മുട്ട ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് എടുത്തിട്ട് അതിൻ്റെ തൊലി ഒന്ന് ചിരണ്ടിയിട്ട് ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഒട്ടും വെള്ള ഭാഗം ഇല്ലാതെയാണ് ചിരണ്ടി എടുക്കേണ്ടത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഇതിന് പകരം മെൽറ്റ് ചെയ്തിട്ട് ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മൈദയുടെയൊക്കെ ആ മിക്സ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. മൊത്തത്തിൽ ചേർത്ത് കൊടുക്കണ്ട. ഇത് ചേർത്തിട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ബീറ്റ് ചെയ്യുകയാണെങ്കിൽ ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് കേക്ക് ഹാർഡായി പോവും. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചേർക്കുന്നുണ്ട്. ഇതിന് പകരം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. തണുത്ത പാലല്ല, തണുക്കാത്ത പാല് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ 1/4 കപ്പ് വെള്ളം ഞാൻ ഫുള്ളായിട്ടും ചേർത്തിട്ടുണ്ട്. ആ മൈദയുടെ മിക്സ് മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ലോ സ്പീഡിലിട്ടിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒരു സ്പാച്ചില ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് 1 ടീസ്പൂൺ നാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട്.
നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കേക്ക് റെഡിയാക്കി എടുക്കുന്നത് ഞാനൊരു ഫ്രൈയിങ് പാനിലാണ്. ആ പാൻ ഒന്ന് ചൂടാക്കി എടുക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ ഇത് മറ്റൊരു പാൻ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടാണ് കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. നേരിട്ട് ഇതിലേക്ക് ഫ്ലെയിം എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. 3 കേക്ക് റെഡിയാക്കാനുള്ള ബാറ്റർ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് 3ആയിട്ട് ഒഴിച്ചു കൊടുക്കണം. 3 ഡിവൈഡ് ചെയ്തിട്ട് 3ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിനെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ആവുമ്പോൾ ഇത് കുക്കായി കിട്ടും. 8 മിനിറ്റ് കഴിയാതെ എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് നോക്കരുത്. ഇപ്പോൾ 8 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. സ്ക്യൂവർ കൊണ്ട് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കുമ്പോൾ ഒട്ടും ഈ സ്ക്യൂവറിൽ ഒട്ടിപ്പിടിക്കാൻ പാടില്ല. ഇതിനി ഒരു മിനിറ്റ് കൂടെ അടച്ചു വയ്ക്കാം. ചെറുതായിട്ട് കയ്യിൽ ഒട്ടുന്നുണ്ട്. അപ്പോൾ ഇതായിട്ടുണ്ട്. സ്ക്യൂവർ കൊണ്ട് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഇത് എടുത്ത് മാറ്റാം. പാനൊന്ന് തുടച്ചിട്ട് വീണ്ടും ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അടുത്തതും ഇതേപോലെ തന്നെ കേക്ക് റെഡിയാക്കി എടുക്കാം. ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള കേക്കാണിത്. നല്ല സോഫ്റ്റാണ്. ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ താഴ്ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഐസിങ് ചെയ്തെടുത്താൽ മതി. ചൂട് പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൂട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കേക്ക് സൈഡ് ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഒരു കേക്ക് ബോർഡിലേക്ക് ക്രീം വെച്ച് കൊടുക്കുക. ഞാൻ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഈ കേക്കിൻ്റെ അളവിൽ ഒരു 2 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. ആവശ്യത്തിന് മധുരം അനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്തിട്ട് ബീറ്റാക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ വീഡിയോ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് ക്രീം ബീറ്റ് ചെയ്യുന്നതൊന്നും കാണിക്കാത്തത്. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്ന് വെറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര മെൽറ്റ് ചെയ്തിട്ടുള്ളതാണ് ഷുഗർ സിറപ്പ്. എല്ലാ ലെയറും ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തിട്ട് ക്രീം സ്പ്രെഡ് ചെയ്തെടുക്കാം. ഈ ഷുഗർ സിറപ്പ് എന്തായാലും വെറ്റ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ കേക്ക് ഐസിങ് ചെയ്തൊക്കെ വരുമ്പോൾ ഒരു കറക്റ്റ് ഒരു ആ ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ ലാസ്റ്റിലുള്ള കേക്കിൻ്റെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഈ കേക്ക് ഒന്ന് ഹാഫ് ആക്കുമ്പോൾ ആ ഹാഫിൻ്റെ അവിടെ വരെ വരണം. ഒരു വി ഷേപ്പിൽ സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. ആ വിയുടെ ഇത് വരേണ്ടത് ആ കേക്കിൻ്റെ ഹാഫ് പോർഷനിലായിരിക്കണം. ഇതിന് ഈ ലെയറൊന്നും പോകാതെ തന്നെ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. കേക്കൊന്ന് ഒരു സൈഡിലേക്ക് നീക്കി വയ്ക്കാം. ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ നിന്നും ഈ ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കുമ്പോൾ കേക്ക് നമുക്ക് ഒട്ടും ഇതിൽ നിന്ന് വേസ്റ്റ് ആവുകയൊന്നുമില്ല. ഇനി ഇതിൻ്റെ ഈ ഫ്രണ്ട് നമ്മൾ കട്ട് ചെയ്യാത്ത ആ ഭാഗത്തേക്ക് വെച്ചിട്ട് ഈ 2 സൈഡും അതേപോലെ തന്നെ എടുത്തു വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇതേപോലെ വയ്ക്കുക. ഇതിൻ്റെ ആ സൈഡിൽ കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് ഒട്ടി പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു ഹാർട്ട് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ കേക്കിൻ്റെ മുകൾ ഭാഗവും സൈഡും ഒക്കെ ക്രീം കൊണ്ട് ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് റോസ് ഫ്ലവറാണ് പൈപ്പ് ചെയ്യുന്നത്.
ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടാൽ മതി. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതേ നോസിൽ തന്നെ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഈ സൈഡ് ഹാഫ് പോർഷനിൽ വരെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതിലേക്ക് തിളച്ച പാലൊഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് മെൽറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് കുറച്ച് റെഡ് കളർ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. കേക്ക് ഞാൻ ഫ്രിഡ്ജിലേക്ക് ഒരു 15 മിനിറ്റ് വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഹാഫിലായിട്ട് ഇതുപോലെ പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അവരവരുടെ ഐഡിയ അനുസരിച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കണമെന്നൊന്നുമില്ല. അല്ലാതെ ക്രീം ഉപയോഗിച്ചിട്ട് പൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സിൽവർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഒരു 2-3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോഴായിരിക്കും ഈ ക്രീമിൻ്റെയും കേക്കും ഒക്കെ നന്നായിട്ട് ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. ഇനി ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്. നമ്മൾ ഓവനിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രൈയിങ് പാനിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബീറ്റർ ഇല്ലെങ്കിൽ മിക്സി യൂസ് ചെയ്തിട്ടും ഈ കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ഹംലൂസ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.